ഹായ്, എല്ലാവർക്കും സൈലം യൂട്യൂബ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കറണ്ട് അഫെയറിൽ നോക്കുന്നത് 2026 ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചടങ്ങിലായിരുന്നു. ആ ചടങ്ങുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി അശോക ചക്ര, കീർത്തി ചക്ര, മറ്റ് ശൗര്യ ചക്ര പുരസ്കാരങ്ങളൊക്കെ കൊടുത്തു. അതിൽ പ്രധാനമായിട്ടും മലയാളികൾക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം. നോക്കൂ, ഈ കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് എന്ന് നമുക്കറിയാം അല്ലെ. ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2026 കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. എവിടെയാണ് ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് വേദി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൽഹിയിലെ കർത്തവ്യ പഥാണ് എന്ത് ചെയ്യുന്നത്, വേദിയായിട്ട് വരുന്നത് ഡൽഹിയിലെ കർത്തവ്യ പഥാണ്. എന്താണ് നമ്മുടെ ഇപ്രാവശ്യത്തെ തീം എന്ന് ചോദിക്കുകയാണെങ്കിൽ വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്ന് പറയുന്നതായിരുന്നു തീം. നമുക്കറിയാം ഇന്ത്യയുടെ ദേശീയ ഗീതമായിരിക്കുന്ന വന്ദേ മാതരം 2025 നവംബറിൽ എത്രാമത് വാർഷികമാണ് ആചരിച്ചത്, പുറത്തിറങ്ങിയതിന്റെ 150ാം വാർഷികമായിരുന്നു ആചരിച്ചു എന്നുള്ളതായിരുന്നു. 1875 നവംബറിൽ ഇന്ത്യയുടെ വന്ദേ മാതരം എന്ന് പറയുന്ന ദേശീയ അല്ലെങ്കിൽ ഇന്ത്യയുടെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദേശീയ ഗീതമായിരിക്കുന്ന വന്ദേ മാതരം ആനന്ദമഠം എന്ന് പറയുന്ന നോവലിൽ കൂടി പുറത്തിറങ്ങുന്നു. അതിന്റെ 150 വർഷങ്ങളായിരുന്നു നമ്മൾ 2025 ആചരിച്ചത്. അതായിരുന്നു നമ്മൾ 2026 അതിന്റെ തീമാണ് നമ്മൾ എടുത്തിരിക്കുന്നു, വന്ദേ മാതരത്തിന്റെ 150 വർഷങ്ങൾ എന്ന് പറയുന്ന തീം. ചടങ്ങിന് ആര് സംഗീതം നൽകിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് MM കീരവാണിയാണ് സംഗീതം നൽകിയത്. നമുക്കറിയാം ഓസ്കാർ ജേതാവും കൂടിയാണ് MM കീരവാണി അല്ലെ. RRR എന്ന് പറയുന്ന സിനിമയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ് MM കീരവാണി. അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ 2026 നടന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നു. എല്ലാ വർഷവും നമുക്ക് മുഖ്യ അതിഥികൾ തീർച്ചയായിട്ടും റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുക്കാറുണ്ട്. 2026 2 പേരാണ് ഇപ്രാവശ്യം നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥികളായിട്ട് വന്നിരിക്കുന്നു. ഒന്ന് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റും മറ്റൊന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റുമാണ്. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആയിരിക്കുന്ന ആന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ഉർസുല വോൺ ഡെർ ലെയനുമാണ് നമുക്ക് മുഖ്യ അതിഥികൾ. തീർച്ചയായിട്ടും BS നമ്മളോട് ചോദിക്കാം, നിലവിൽ ആരാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് അല്ലെങ്കിൽ നിലവിൽ ആരാണ് യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് എന്ന് ചോദിക്കാം. പഠിച്ചു വെച്ചോ. ഇനി അതിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകുന്നത് 2 പ്രധാനപ്പെട്ട മറ്റു തീമുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം 30 ടാബ്ലോകളായിരുന്നു ഈ പ്രാവശ്യം 77ാമത് റിപ്പബ്ലിക് ദിന ആഘോഷ വേദിയിൽ അവതരിപ്പിച്ചു. അതിന് പ്രധാന തീമുകൾ നൽകിയിരിക്കുന്നു. സ്വതന്ത്രിക്ക മന്ത്ര വന്ദേ മാതരമെന്നും സമർത്ഥിക്ക മന്ത്ര ആത്മനിർഭാരത എന്ന തീമായിരുന്നു പോയിരിക്കുന്നത്. ഇനി 2 ഉപവിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ അല്ലെ എന്നിവരെല്ലാവരും ചേർന്ന് 30 ടാബ്ലോകൾ അവതരിപ്പിച്ചു എന്നുള്ളതാണ് സത്യം. നമുക്ക് ഈ ടാബ്ലോകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കാരണം ഈ ടാബ്ലോഗിൽ കേരളത്തിനും സമ്മാനം ലഭിച്ചു എന്നുള്ളതായിരുന്നു അല്ലെ. 30 ടാബ്ലോകളിൽ 1ാം സ്ഥാനം ആര് നേടി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. 1ാം സ്ഥാനം നേടിയിരിക്കുന്നത് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ മഹാരാഷ്ട്ര. പഠിച്ചു വെച്ചു, മഹാരാഷ്ട്ര. മികച്ച ടാബ്ലോകളിൽ 1ാം സ്ഥാനം മഹാരാഷ്ട്ര, 2ാം സ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ, 3ാം സ്ഥാനമാണ് കേരളത്തിന് തന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയുടെ തീമാണ് നമുക്ക് പ്രധാനം. ഗണേശോത്സവം ആത്മനിർഭർത്തയുടെ പ്രതീകം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗണേശോത്സവം ആത്മനിർഭർത്തയുടെ പ്രതീകം. 2ാം സ്ഥാനം ആർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിനാണ് 2ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളുമാണ് പിള്ളേരെ അവർ അവരുടെ തീമായി കൊണ്ടുവന്നിരിക്കുന്നു. ജമ്മു കാശ്മീരിലെ കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളും അടങ്ങുന്ന അവരുടെ ടാബ്ലോ 2ാം സ്ഥാനം കരസ്ഥമാക്കി. 12 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെ ന്യൂഡൽഹിയിലെ കർത്തവ്യ പഥിൽ കേരളത്തിന്റെ ഒരു ടാബ്ലോ അവതരിപ്പിക്കുന്നു. അതിന് ടാബ്ലോ വിഭാഗത്തിൽ 3ാം സ്ഥാനം നേടി എന്നുള്ളതായിരുന്നു സത്യം. 3ാം സ്ഥാനം നേടി എന്നുള്ളതാണ്. 3ാം സ്ഥാനം നേടിയിരിക്കുന്നത് കേരളമാണ്. കേരളത്തിന്റെ തീം കൊച്ചി വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ആത്മനിർഭർ കേരളം ആത്മനിർഭർ ഭാരത് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് 100% ഡിജിറ്റൽ സാക്ഷരത നേടിയിരിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കേരളമാണ്. 2025 ഓഗസ്റ്റ് മാസം 21-ാം തീയതി അതിന്റെ പ്രഖ്യാപനം നമുക്ക് നടത്തി എന്നുള്ളതായിരുന്നു.
അങ്ങനെ കാർത്തിയാനി അമ്മ എന്ന് പറഞ്ഞൊരു ഒരു എന്താ പറയുന്നത് 90-97 വയസ്സായ ഒരു സ്ത്രീ എന്ത് ചെയ്യുന്നു, ഒരു സെൽഫി എടുക്കുന്ന ഫോട്ടോയെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ കേരളത്തിന് ടാബ്ലോ വിഭാഗത്തിൽ എത്രാം സ്ഥാനം കിട്ടിയിരിക്കുന്നു? 3-ാം സ്ഥാനം കിട്ടിയിരിക്കുന്നു. പഠിച്ചു വെച്ചോ, ചോദിക്കും. തീമാണ് പ്രധാനം. കൊച്ചി വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും. ആത്മനിർഭർ കേരളം, ആത്മനിർഭർ ഭാരത്. ഈ റിപ്പബ്ലിക് ദിന ചടങ്ങിൽ 2 പ്രധാനപ്പെട്ട മറ്റു കാര്യങ്ങളുണ്ട്. ആദ്യമായി ഇന്ത്യയുടെ ഭൈരവ് ബറ്റാലിയൻ എന്ന് പറയുന്ന ഒരു സംഘം പരേഡിന് അരങ്ങേറ്റം നടന്നു എന്നുള്ളതായിരുന്നു. ഇന്ത്യയുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ട് പുതുതായി നിർമ്മിച്ച ഭൈരവ് ബറ്റാലിയൻ പരേഡിന്റെ അരങ്ങേറ്റം നടന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭൈരവ് ബറ്റാലിയൻ ഒപ്പം എന്താ നോക്കിക്കോ, യൂറോപ്യൻ യൂണിയനിൽ നിന്നുമുള്ള ഒരു സൈനിക സംഘവും പരേഡിൽ പങ്കെടുത്തു. എന്തുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ ഇപ്രാവശ്യം സൈനിക സംഘമായി പരേഡിൽ വന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, യൂറോപ്യൻ യൂണിയൻ ആയിരിക്കുന്ന കൗൺസിൽ പ്രസിഡന്റും കമ്മീഷൻ പ്രസിഡന്റുമാണ് നമുക്ക് മുഖ്യ അതിഥികളായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ യൂറോപ്യൻ യൂണിയൻ അവരുടെ സംഘവും എന്ത് ചെയ്യുന്നു, സൈനിക സംഘം പരേഡിൽ പങ്കെടുത്തു. ആദ്യമായിട്ടാണ് യൂറോപ്പിന് പുറത്ത് ഇത്തരം ഒരു പരിപാടിയിൽ യൂറോപ്യൻ യൂണിയൻ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് സത്യം. സ്റ്റേറ്റ്മെന്റിൽ നമ്മളോട് ചോദിക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മളോട് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. യൂറോപ്യൻ യൂണിയൻ ചടങ്ങിൽ പങ്കെടുത്തു. പുതുതായി നിർമ്മിച്ച ഭൈരവ് ബറ്റാലിയൻ പരേഡ് അരങ്ങേറ്റം നടത്തി. നോക്കി വെച്ചോളുക. ഇനി നമ്മൾ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് 3 സേനകളിലെ ഏറ്റവും മികച്ച മാർച്ചിങ് കണ്ടിജന്റായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയാണ്. കര, നാവിക, വ്യോമ. അതിൽ ഇന്ത്യൻ നാവികസേനയെ തിരഞ്ഞെടുത്തു. ഇനി മറ്റ് ഡിഫൻസ് സേനകളുണ്ടല്ലോ, അതിൽ ഏറ്റവും മികച്ച മാർച്ചിങ് സംഘമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡൽഹി പോലീസിനെയാണ്. ഡൽഹി പോലീസ്. അപ്പൊ മറ്റ് സേനകളിൽ ഏറ്റവും മികച്ച മാർച്ചിങ് സംഘം ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൽഹി പോലീസാണ്. ഡൽഹി പോലീസിനെ തിരഞ്ഞെടുത്തു. ഇതൊക്കെ നമ്മളോട് ചോദിക്കാൻ അസൈൻമെന്റ് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാ. ഇതിനോടനുബന്ധിച്ചാണ് രാഷ്ട്രപതി എന്ത് നൽകുന്നു പിള്ളേരെ? അശോക ചക്ര, കീർത്തി ചക്ര, ശൗര്യ ചക്ര പുരസ്കാരങ്ങൾ നൽകുന്നു. ഇന്ത്യയുടെ തന്നെ ഏറ്റവും ഉയർന്ന സമാധാനകാല ധീരത അവാർഡാണ് പിള്ളേരെ അശോക ചക്ര. പഠിച്ചു വെച്ചോ. അശോക ചക്ര പുരസ്കാരം ഇപ്രാവശ്യം എത്ര പേർക്ക് നൽകി എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്കാണ് നൽകിയിരിക്കുന്നു. വ്യക്തിയെ മുന്നേ PSC ചോദിച്ചു. സംസ്ഥാനം ഏതെന്ന് വരെ വ്യക്തിയെ കുറിച്ച് നമ്മളോട് PSC ചോദിച്ചു. ശുഭാൻശു ശുക്ല അല്ലേ? ശുഭാൻശു ശുക്ല രാജ്യാന്തര ബഹിരാകാശ നിലയത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാൻശു ശുക്ല. രാജ്യാന്തര ബഹിരാകാശ നിലയത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ശുഭാൻശു ശുക്ലയാണ്. ഉത്തർപ്രദേശിലെ ലക്നൗ സ്വദേശിയാണ് ശുഭാൻശു ശുക്ല. ഏത് സ്റ്റേറ്റുകാരനെന്ന് PSC നമ്മളോട് ചോദിച്ചു. അദ്ദേഹത്തിന് അശോക ചക്ര. സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയട്ടെ. അശോക ശുഭാൻശു ശുക്ല അവിടെ കിട്ടിക്കൊള്ളാം. ശുഭാൻശു ശുക്ല. അശോക ചക്ര ആര് ലഭിച്ചിരിക്കുന്നു? ശുഭാൻശു ശുക്ലയ്ക്കാണ് അശോക ചക്ര. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തിരിക്കുന്ന ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാൻശു ശുക്ല. അപ്പൊ അശോക ചക്ര പുരസ്കാരം ഒരു വ്യക്തിക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്. വ്യക്തിയുടെ പേരെന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ശുഭാൻശു ശുക്ലയാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ശുഭാൻശു ശുക്ല. കിട്ടണം. ശേഷം എന്താ നോക്കിക്കോ വളരെ. കീർത്തി ചക്ര 3 പേർക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു. 3 പേർക്ക് കീർത്തി ചക്ര പുരസ്കാരം എത്ര പേർക്ക് ലഭിച്ചു എന്ന് ചോദിക്കുകയാണെങ്കിൽ 3 പേർക്കാണ് കീർത്തി ചക്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 3 പേർക്കാണ്. അതിൽ ഒരു മലയാളി ഉണ്ട് എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒരു മലയാളി. ആ മലയാളി നമ്മളോട് PSC ചോദിക്കും. ആരാണ് മലയാളി? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അല്ലേ? പാലക്കാട് ജില്ലയിലെ നെന്മാറ സ്വദേശിയും കൂടിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യമായിരിക്കുന്ന ഗഗൻയാന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ കൂടിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ചോദിക്കൂലേ, മലയാളിയാണ്.
ഇന്ത്യയുടെ മനുഷ്യ ബഹിരാകാശ ദൗത്യമായിരിക്കുന്ന ഗഗൻയാനിലെ പ്രധാന ബഹിരാകാശ സഞ്ചാരിയും ഗ്രൂപ്പ് ക്യാപ്റ്റനുമാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. പഠിച്ചു വച്ചോ. എന്താണ് ലഭിച്ചത്? കീർത്തി ചക്ര. 3 പേർക്ക്. ഇനി 2 പേർ കൂടി നമ്മൾ നോക്കണ്ടേ? നമ്മളോട് കൂടുതൽ ചോദിക്കാൻ ചാൻസ് കൂടുതൽ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ആയിരിക്കും. കാരണം മലയാളിയാണ്. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് വേറെ ഒരു ഓപ്ഷൻ വരുന്നില്ല. അദ്ദേഹത്തിനോടൊപ്പം ലഭിച്ച 2 പേരാണ്. നോക്കൂ, അസം റൈഫിൾസിലെ മേജർ അർഷദീപ് സിംഗ്, പാരാ സ്പെഷ്യൽ ഫോഴ്സിലെ നായിക് സുബേദാർ ദോലേശ്വർ സുബ്ബ. അപ്പൊ 3 പേർക്ക് കീർത്തി ചക്ര, ഒരാൾക്ക് അശോക ചക്ര, ശൗര്യ ചക്ര, 13 പേർക്ക് ലഭിച്ചു. 13 പേർക്ക് ശൗര്യചക്ര പുരസ്കാരം ലഭിച്ചു എന്നുള്ളതാണ്. 13 പേർക്ക് ശൗര്യചക്ര പുരസ്കാരം ലഭിച്ചു. ശൗര്യചക്ര പുരസ്കാരം 13 പേർക്ക്. അതിൽ 2 പേർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, അതും വനിതകൾ. ഒന്ന് കെ ദിൽന എ രൂപ, ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽന എ രൂപ. എവിടെയോ കേട്ടു കെ ദിൽനയും എ രൂപയും. കെ ദിൽന മലയാളിയാണ്. അയ്യോ, അതും കോഴിക്കോട് ജില്ലാ സ്വദേശിയാണ് കെ ദിൽന. എ രൂപ പുതുച്ചേരി സ്വദേശിയാണ് എ രൂപ. 2 പേരും നാവികസാഗർ പരിക്രമ 2 എന്ന് പറയുന്ന ഒരു മിഷനുമായി ലോകം ചുറ്റി വന്നു പിള്ളേരെ. ലോകം ചുറ്റി വന്നു. അങ്ങനെ ചുറ്റി വരുന്ന ആദ്യ ഇന്ത്യൻ വനിതകൾ കൂടിയാണ് പിള്ളേരെ കെ ദിൽനയും എ രൂപയും. നോക്കി വച്ചിരുന്നോ? പായ്വഞ്ചിയിൽ ലോകം ചുറ്റി ആദ്യ ഇന്ത്യൻ വനിതകൾ കൂടിയാണ് ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയും എ രൂപയും. ചോദിക്കൂലേ? 238 ദിവസം കൊണ്ട് 3 സമുദ്രങ്ങളും 47,450 കിലോമീറ്റർ ഇവർ ചുറ്റി വന്നു എന്നാണ് പറയുന്നത്. അവർ പോയിരിക്കുന്ന പായ്വഞ്ചിയുടെ പേരാണ് INS തരിണി. അത് ആ മിഷൻ അവർ നൽകിയിരിക്കുന്ന പേരായിരുന്നു സാഗർ പരിക്രമ 2, നാവിക സാഗർ പരിക്രമ 2. 2024 ഒക്ടോബർ മാസം 2-ാം തീയതി യാത്ര ആരംഭിച്ച് അവർ 2025 മെയ് മാസം 29-ാം തീയതി തിരിച്ചു വന്നപ്പോൾ 2026 രാഷ്ട്രപതി നൽകുന്ന ശൗര്യ ചക്ര പുരസ്കാരം 13 പേരിൽ അവർ ഉൾപ്പെട്ടു എന്നുള്ളതായിരുന്നു. അതിലൊന്ന് കെ ദിൽന, മറ്റൊന്ന് എ രൂപ. കെ ദിൽന മലയാളിയാണ്. കീർത്തി ചക്ര ലഭിച്ചതിൽ ഒരു മലയാളിയുണ്ട്, പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. അതും നമ്മൾ നോക്കണം. കെ ദിൽനയും എ രൂപയും. അതോടൊപ്പം നമ്മൾ നോക്കി വെക്കേണ്ട മറ്റൊരു വ്യക്തിയുണ്ട്, അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ. വെറുതെ കൊടുക്കൂല പിള്ളേരെ. അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ 2024 നവംബർ 11 മണിപ്പൂരിലെ ജിരിബാം ജില്ലയിലെ ബോറോബെക്ന പ്രദേശത്തുള്ള CRPF പോസ്റ്റിലേക്ക് ഒരു കൂട്ടം ആൾക്കാർ ആക്രമണം അഴിച്ചുവിടുകയും അതിനെ ചെറുത്തു നിന്ന അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസനും രാജ്യം എന്ത് നൽകുന്നു? ശൗര്യ ചക്ര പുരസ്കാരം നൽകി ആദരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇതും നമുക്ക് പ്രധാനമാണ്. അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ CRPF പോസ്റ്റിലേക്ക് ഒരു കൂട്ടം വിമതർ നടത്തിയ സായുധ ആക്രമണം പരാജയപ്പെടുത്തിയതിന് സേനയുടെ 20-ാം ബറ്റാലിയനിലെ അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസനും രാജ്യം എന്ത് നൽകുന്നു? ശൗര്യ ചക്ര പുരസ്കാരം. 13 പേരിൽ നമുക്ക് 3 പേർ പ്രധാനമാണ്. കെ ദിൽന, എ രൂപ, അസിസ്റ്റന്റ് കമാൻഡർ വിപിൻ വിൽസൺ. ഇതിനോടൊപ്പം രാഷ്ട്രപതി 1-2 സൈനിക പുരസ്കാരങ്ങൾ നൽകി എന്നുള്ളതാണ്. 1-2 സൈനിക പുരസ്കാരങ്ങൾ ഒന്ന് വായിച്ച് വച്ചേക്കുക. അതില് ധീരതയ്ക്കുള്ള സേനാ മെഡൽ പുരസ്കാരം 2 പേർക്ക് ലഭിച്ചിരിക്കുന്നു. നോക്കൂ, മലയാളിയായ മേജർ ശിവപ്രസാദിനും അനീഷ് ചന്ദ്രനും
ധീരതയ്ക്കുള്ള സേനാ മെഡൽ ലഭിച്ചു. ധീരതയ്ക്കുള്ള സേനാ മെഡൽ 2 പേർക്ക്, മേജർ ശിവപ്രസാദിനും മറ്റൊന്ന് അനീഷ് ചന്ദ്രനും. കഴിഞ്ഞില്ല. ബ്രിഗേഡിയർ അരുൺകുമാർ ദാമോദരന് യുദ്ധസേവാ മെഡൽ ലഭിച്ചു. ബ്രിഗേഡിയർ അരുൺകുമാർ ദാമോദരന് യുദ്ധസേവാ മെഡൽ ലഭിച്ചു. കഴിഞ്ഞില്ല. മേജർ ജനറൽ മോഹൻ കെ നായർക്ക് അതിവിശിഷ്ട സേവാ മെഡലും അർഹനായി. മേജർ ജനറൽ മോഹൻ കെ നായർ അതിവിശിഷ്ട സേവാ മെഡലും അദ്ദേഹത്തിന് ലഭിച്ചു. നമ്മളൊരു പക്ഷേ ഇത് ആദ്യമായിട്ട് പലരും കേൾക്കുമായിരിക്കും. നോ ടെൻഷൻ, ഇതൊക്കെ രാഷ്ട്രപതി നൽകി. ഇനി PSC ചോദിക്കും. ഇതേ നോക്കിക്കേ. കഴിഞ്ഞില്ല. മുഹമ്മദ് ഷാമിലിയിലൂടെ ഉത്തം ജീവൻ രക്ഷാ പതക് നേട്ടവും കേരളത്തിന് ലഭിച്ചു. മലയാളികളാ. ശിവപ്രസാദിനും അനീഷ് ചന്ദ്രനും ധീരതയ്ക്ക്, ബ്രിഗേഡിയർ അരുൺകുമാർ ദാമോദരന് യുദ്ധസേവാ മെഡൽ ലഭിച്ചു. മേജർ ജനറൽ കെ മോഹൻ നായർക്ക് അതിവിശിഷ്ട സേവാ മെഡൽ. മുഹമ്മദ് ഷാമിലിയിലൂടെ ഉത്തം ജീവൻ രക്ഷാപതക് നേട്ടവും കേരളത്തിന് ലഭിച്ചു. എപ്പോഴത്തതാ? 2026 റിപ്പബ്ലിക് ദിന പരേഡുമായി ബന്ധപ്പെട്ട് നടത്തിയ രാഷ്ട്രപതിയുടെ ചടങ്ങിലാണ്. അതിനാണ് പ്രഖ്യാപനം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ക്ലിയർ ആണ്. ഒന്നുകൂടി റിവൈസ് ചെയ്യുക. ഒന്നുകൂടി റിവൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നിന്ന് നമ്മളോട് PSC ചോദിക്കാവുന്നതാണ്. ചോദിക്കും. ഓക്കെ, ഞാനപ്പം മെല്ലെ വൈൻഡപ്പ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.